ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇതെൻ്റെ ബർത്ത്ഡേയുടെ അന്നത്തെ വീഡിയോ കേട്ടോ. ഞാനത് പോസ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട് മറന്നുപോയി. അപ്പോൾ ഇന്ന് എന്തായാലും അതിനുള്ള ടൈം കിട്ടി, അപ്പോൾ ഇന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് സർപ്രൈസായിട്ട് എൻ്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കെന്ന് വെച്ചാൽ അവർ വന്നപ്പോൾ ആകെ ഞാൻ ഇമോഷണലായി, കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല അവർ വരുന്നുള്ളത്. കാരണം എൻ്റെ കല്യാണം കഴിച്ചോടത്തേക്ക് എന്തായാലും ഒരു 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ അത്യാവശ്യം ദൂരമുള്ള കാരണം അവരിങ്ങനെ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ വരുമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് ആകെ സർപ്രൈസായിട്ടാണ് കേട്ടോ അവർ വന്നത് ഒരു 1 മണി നേരത്തായ കാരണം ഞങ്ങൾ വേഗം അവർക്കുള്ള ഫുഡൊക്കെ വാങ്ങിച്ച് അവനക്ക് കൊടുത്ത്. എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്തായാലും കേക്ക് കട്ട് ചെയ്തിട്ട് വേണം പോവാനായിട്ടെന്ന് പറഞ്ഞ്. അവർ ഈ കേക്കും കൊണ്ട് വന്നതാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ വേഗം കേക്കൊക്കെ കട്ട് ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുത്ത്. അപ്പോൾ ഞാൻ പ്ലേറ്റ് എടുക്കാൻ പോയതാട്ടോ, ബാക്കിയുള്ള എല്ലാവർക്കും സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക്. അപ്പോൾ എൻ്റെ അനിയൻ എൻ്റെ അടുത്ത് പറയാം നീ അത് ശരിക്കും മുറിക്കാൻ പറഞ്ഞ്. ഉമ്മച്ചി അവിടെ വീഡിയോ കോൾ ഉമ്മച്ചി വിളിക്കുന്നുണ്ട്, കാരണം ഉമ്മച്ചിക്ക് വരാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ മുറിക്കേണ്ട കാര്യം അങ്ങനെ പറയണ്ട കേക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത്. അങ്ങനെ കേക്ക് മുറിച്ച് നടുവിലെത്തിയപ്പോൾ ഉണ്ട് എന്തോ ഒരു സാധനം ഇങ്ങനെ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ട് എന്തോ സാധനം ഇങ്ങനെ സർപ്രൈസായിട്ട് കേക്കിൻ്റെ ഉള്ളിൽ വെച്ചേക്കാന്ന്. അങ്ങനെ ഞാനതെടുത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല ഇങ്ങനെ ഒരു സാധനം കിട്ടുമെന്ന്. നിങ്ങൾക്കിതിൽ എൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാനാകെ കരഞ്ഞ് ആകെ സങ്കടമായിട്ടത് കിട്ടിയപ്പോൾ തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഗോൾഡിൻ്റെ റിങ് ആയിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല അത് കിട്ടുന്നൊന്നും. ഞാൻ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം, അതിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. കാരണം എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും എനിക്ക് എന്തെങ്കിലും അവരെനിക്ക് വാങ്ങിച്ചു തരും കേട്ടോ. ഇതുവരെ ഒരു ബർത്ത്ഡേക്ക് എനിക്ക് അങ്ങനെ വാങ്ങിച്ചു തരാണ്ടിരുന്നിട്ടില്ലേ. എല്ലാ ബർത്ത്ഡേക്കും എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരും. പക്ഷെ ഞാൻ ഈ ബർത്ത്ഡേക്ക് ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചു തരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബർത്ത്ഡേയുടെ അന്ന് കിട്ടുമെന്നോ ഇങ്ങനെ ഒരു മോതിരം എനിക്ക് വാങ്ങിച്ചു തരുമെന്നോ ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല കേട്ടോ. നിങ്ങൾക്കിങ്ങനെ ബർത്ത്ഡേ സർപ്രൈസ് കിട്ടാറുണ്ടോ എന്ന് വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യട്ടോ.